ലോക ജനസംഖ്യയുടെ 40% ആ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു R5 എന്ന് പറയുന്ന കറൻസിക്ക് വേണ്ടി വരെ ചിന്തിച്ചു തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി ഡോളർ സേഫ് അല്ല, ഡോളറിന് പകരം കാര്യങ്ങൾ ക്രമീകരിക്കണം. ഇന്ന് അമേരിക്ക ഒരു വലിയ കടത്തിലാണ്. $37 ട്രില്യൺ കടമുള്ള ഒരു രാജ്യം. നാഷണൽ ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, ആ ചെലവ് വഹിക്കാൻ അവരുടെ വരുമാനം കൊണ്ട് സാധിക്കുന്നില്ല. ചൈനയും ഇന്ത്യയും കിഴക്കൻ രാജ്യങ്ങൾ ഒന്നിക്കുന്നു, അവർ കരങ്ങൾ കൊടുക്കുന്നു. റഷ്യയും ഇന്ത്യയും ചൈനയും ഒക്കെ അടുക്കുന്നു. വളരെ വ്യക്തമായി ബൈബിള് സൂചിപ്പിക്കുന്നുണ്ട്. 2000 വർഷം മുമ്പ് യോഹന്നാൻ എഴുതുമ്പോൾ 25 കോടി ജനങ്ങളെ ഭൂമിയിലുള്ളൂ ക്രിസ്തു വരുന്ന കാലഘട്ടത്തിൽ. അന്ന് 20 കോടി വരുന്ന ഒരു സൈന്യം കിഴക്കുന്ന് വരുമെന്ന് പറഞ്ഞു. നാം ഇന്ന് നമ്മുടെ കൺമുമ്പിൽ കണ്ടു ഇന്ത്യയും ചൈനയും പല യുദ്ധങ്ങൾ നടത്തിയെങ്കിലും ഇന്ന് അവരതെല്ലാം മറന്ന് കരങ്ങൾ കൊടുത്ത് സഹോദരങ്ങളെ പോലെ ആയിത്തീരുന്നത് കാണുന്നു. അമേരിക്കയോടുള്ള വെല്ലുവിളിയായി. ലൈഫ് ഫോക്കസിൻ്റെ കേൾവിക്കാർക്ക് വീണ്ടും ഹൃദയംഗമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ ഉത്തേജനം നൽകുന്ന, വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, പ്രവചനത്തിൻ്റെ കാതലെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും അവൻ സ്ഥാപിക്കുന്ന രാജ്യവുമാണ്. എന്നാൽ ഒരു ദൈവമകനെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ സന്തോഷം അവൻ്റെ കർത്താവിനെ കാണുവാൻ ഇവിടെ നിന്ന് കണ്ണുവെക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് മാറ്റപ്പെട്ട് മധ്യാകാശത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, ആ ദിവസം ആഗതമാകുന്നുവെന്ന് ലോക ചരിത്രങ്ങൾ നോക്കിയാൽ, സാമ്പത്തിക മേഖല മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വളരെ അധികം പ്രവചനങ്ങളുടെ നിവൃത്തികൾ ഒന്നൊന്നായി നടക്കുന്നത് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖലയിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ. ഒരിക്കലും മനുഷ്യൻ ചിന്തിക്കാത്ത വിധത്തിലാണ് ലോക സമ്പൽഘടനയ്ക്കൊരു വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ ഗ്ലോബൽ സൗത്ത്, അതായത് സൗത്തിലുള്ള റഷ്യ, ചൈന, ഇന്ത്യ, അവരോട് ചേർന്ന് ബ്രസീലും അതുപോലെ സൗത്ത് ആഫ്രിക്കയും, ഇപ്പോൾ അവരുടെ കൂടെ മറ്റ് രാജ്യങ്ങളും പല രാജ്യങ്ങളും ചേർന്നു 2003 ലോക ജനസംഖ്യയുടെ 40%. നമ്മൾ ഓർക്കണം, ആ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു R5 എന്ന് പറയുന്ന കറൻസിക്ക് വേണ്ടി വരെ ചിന്തിച്ചു തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി ഡോളർ സേഫ് അല്ല, ഡോളറിന് പകരം കാര്യങ്ങൾ ക്രമീകരിക്കണം. 2008 അമേരിക്കയിലെ റിസഷൻ UN ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് അവർ തീരുമാനിച്ചിരുന്നു ഒരു ഗ്ലോബൽ ഒരു റിസർവ് ബാങ്കും ഒരു ഗ്ലോബൽ കറൻസിയും ഉണ്ടാക്കണം. അവർ റിപ്പോർട്ടുകൾ സമർപ്പിച്ചതാണ്. എന്നാൽ ലോകം മുന്നോട്ട് പോയി. ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കറൻസി ഉണ്ടാക്കാതിരിക്കാൻ ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യ ബ്രിക്സ് രാജ്യത്തിലായിരുന്നുവെങ്കിലും അമേരിക്കയിലെ ചേരിചേരാ നയത്തിൻ്റെ പ്രമാണമാണ് ഇന്ത്യ പിന്തുടർന്നത്. അമേരിക്ക വളരെ സ്നേഹമുള്ളൊരു രാജ്യമായി കരുതി മുന്നോട്ട് പോയി. എന്നാൽ ഇന്ത്യക്ക് താങ്ങാൻ വയ്യാത്ത ഒരു അടിയാണ് ഈ ട്രംപിൻ്റെ കയ്യിൽ നിന്ന് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ടാരിഫ് 50% ചുമത്തി. ഇന്ത്യയിലെ H1B വിസ $1 ലക്ഷം ഒരു വർഷം കൊടുക്കണം ഒരു എംപ്ലോയിക്ക്. ഇങ്ങനെ ഇന്ത്യക്കെതിരായി ഒന്നൊന്നായി കരുക്കൾ നീക്കുമ്പോൾ ഇന്ത്യ കുറച്ചുകൂടെ ശക്തിപ്പെട്ട് ഇന്ന് വരെ ബ്രിക്സ് രാജ്യങ്ങളിൽ ആ കറൻസി ഇറക്കാതിരിക്കാൻ ഇന്ത്യ ശ്രമിച്ചെങ്കിൽ ഇന്ന് ഇന്ത്യ കൂടെ ശ്രമിക്കുകയാണ് ഒരു പുതിയ കറൻസിക്ക് വേണ്ടി. നമ്മൾ ഓർക്കണം, ഇത് അമേരിക്ക ഇതിന് വഴി തുറക്കും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രത്യേകം ശ്രദ്ധിച്ചത്. അമേരിക്ക 2008 റിസഷൻ ലോകവ്യാപകമായി സാമ്പത്തിക മേഖലയെ പിടിച്ച് കുലുക്കിയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അമേരിക്ക ഒരു വലിയ കടത്തിലാണ്. $37 ട്രില്യൺ കടമുള്ള ഒരു രാജ്യം. ആ സാമ്പത്തിക മേഖല ഉലയുകയാണ്. ഓരോ വർഷവും അവരുടെ
നാഷണൽ ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതായത് അവരുടെ രാജ്യത്തിൻ്റെ ശമ്പളം കൊടുക്കണം, അവരുടെ പെൻഷൻ കൊടുക്കണം, ഓൾഡ് ഏജിലുള്ളവരെ നോക്കണം, രാഷ്ട്രത്തിന് ഒരുപാട് രൂപ ചെലവുണ്ട്, പട്ടാളത്തിന് വലിയ ചെലവുണ്ട്. ആ ചെലവ് വഹിക്കാൻ അവരുടെ നാഷണൽ ബഡ്ജറ്റ് മൂലം അവരുടെ വരുമാനം കൊണ്ട് സാധിക്കുന്നില്ല. പിന്നെ ചെയ്യുന്നത് എന്താ? അവർ കോൺഗ്രസ് പാസ്സാക്കി കൊടുക്കുകയാണ്, കടമെടുത്തുകൊള്ളുക റിസർവ് ബാങ്കിൽ നിന്നും, അതായത് അവരുടെ ഫെഡറൽ റിസർവിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും പണം കടമെടുക്കുകയാണ്. ഈ വർഷവും 5.5 ട്രില്യൺ കടമെടുക്കാൻ അനുവദിച്ചു. 37 ട്രില്യൻ്റെ കൂടെ ഇതുകൂടെ കൂട്ടിക്കൊള്ളുക. ഓരോ വർഷം കഴിയുമ്പോഴും ഇത് കൂടുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ പോയാൽ എങ്ങോട്ട് പോകും? സാമ്പത്തിക മേഖല തകരും. അമേരിക്ക തകരുമ്പോൾ ലോകവ്യാപകമായി അത് തകരും. ഞാൻ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ചൂണ്ടിക്കാണിച്ചോട്ടെ, യേശുക്രിസ്തു പറഞ്ഞ വാക്ക് തന്നെ ഞാൻ എടുത്തോട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് എൻ്റേതായ അഭിപ്രായം പറയാൻ നിവൃത്തിയില്ല. എന്നാൽ ബൈബിളിൻ്റെ പ്രവചനങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. എൻ്റെ കർത്താവിൻ്റെ വാക്കുകൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശുക്രിസ്തു പണത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന ഭാഗം ഞാൻ പറയട്ടെ. മാമോൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് മണി എന്ന് ഉദ്ദേശിച്ചാണ്. മാമോൻ എന്ന് പറഞ്ഞാൽ മണി. നിങ്ങൾക്ക് ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കാൻ ഒക്കത്തില്ല. യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് മണി. മാമോൻ. ലൂക്കോസ് 16:9 കർത്താവ് പറയുകയാണ്, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത ഭാഗം, അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യ കൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഈ പണം കൊണ്ടൊക്കെ നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കുക, ആത്മാക്കളെ നേടിക്കൊള്ളുക. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അതില്ലാതെയാകുമ്പോൾ. ഈ പണം എന്താകുമെന്നാണ് കർത്താവ് പറഞ്ഞത്? അതില്ലാതെയാകുമ്പോൾ. ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, വെൻ ഇറ്റ് ഫെയിൽസ്. ഇഫ് ഇറ്റ് ഫെയിൽസ് എന്നല്ല, അതില്ലാതെ പോയാലെന്നോ എന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് തീർത്ത് പറയുകയാണ്, വെൻ ഇറ്റ് ഫെയിൽസ്, അതില്ലാതെ പോകും എന്ന് രേഖപ്പെടുത്തുകയാണ്. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ കർത്താവ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഇഫ് ഇറ്റ് ഫെയിൽസ്, വെൻ ഇറ്റ് ഫെയിൽസ്, അതില്ലാതെ പോകും. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ പണമെന്ന് പറയുന്നത് തകരുന്ന ഒരു കാലഘട്ടം നമ്മുടെ കർത്താവ് മുന്നോട്ട് ചൂണ്ടിക്കാണിച്ചു. വീണ്ടും നമുക്ക് നോക്കാം, വെളിപ്പാട് പുസ്തകം വളരെ ട്രേഡുകൾ വർദ്ധിക്കാൻ പോവുകയാണ്. ആ വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രമായി തീരും ബാബിലോൺ എന്ന് പറയുന്ന പട്ടണം. ഒരുപക്ഷെ ഇന്നത്തെ ഇറാഖിൻ്റെ പ്രദേശമാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം. ഈ സാമ്പത്തിക തകർച്ച വരുമ്പോൾ 17-ാം വാക്യം നോക്കാട്ടെ, ഏത് മാലുമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിൻ്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏതെന്ന് നിലവിളിച്ച് പറഞ്ഞ് തലയിൽ പൂഴി വാരിയിട്ട്, അയ്യോ കടലിൽ കപ്പലുള്ളവർക്ക് തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരയും. 16-ാം വാക്യം കൂടെ ഞാൻ വായിച്ചോട്ടെ. അയ്യോ മഹാനഗരത്ത് നേരിയ തുണിയും ധൂമ്രവും കടിഞ്ചുവപ്പും ധരിച്ച പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായി ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. വീണ്ടും വായിക്കുന്നു, 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ. വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ലോക സമ്പൽഘടന തകർന്നു പോകും. തകർക്കുന്നതാണോ എന്നറിയില്ല. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരു ലോക ഭരണകർത്താവ് എഴുന്നേറ്റ് വരും. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം, അതിൻ്റെ 25-ാമത്തെ വാക്യം. ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. അവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കും. എന്താ വാക്കിൻ്റെ അർത്ഥം? നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കും. ഹീ ഷാൽ ഡിസ്ട്രോയ് മെനി ഇൻ ദെയർ പ്രോസ്പെറിറ്റി. ഹീ ഷാൽ ഡിസ്ട്രോയ് മെനി ഇൻ ദെയർ പ്രോസ്പെറിറ്റി. അനേകർ സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഐശ്വര്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ ഇല്ലാതാക്കും. ഹീ വിൽ ഡിസ്ട്രോയ്. ഒരുപക്ഷേ
ലോക സമ്പൽഘടനയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അന്തിക്രിസ്തു സമ്പൽഘടനയെ തകർക്കുന്നതായേക്കാം. ഇവിടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം വീണ്ടും ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് വായിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം, അവിടെ ഇതെടുത്ത് പറയുന്നുണ്ട്. വളരെ വ്യക്തമായി ലോക അന്ത്യത്തിൽ സംഭവിക്കുന്നതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം അധ്യായം, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം, അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവീൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചു, ഉടുപ്പ് പുഴുവരിച്ചും പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറപിരിച്ചു, ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത്, ആ വാക്ക് നോക്കുക, അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളിലെ കൊയ്ത്ത് വേലക്കാരൻ്റെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ. കൊയ്ത്തുകാരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ ചെന്നിരിക്കുന്നു. വളരെ വ്യക്തമായി ധനവാന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ വരുന്ന ദുരിത നിമിത്തം കരഞ്ഞു മുറയിട്ട് കൊള്ളുക. ഒരു സമ്പൽഘടന തകരുമ്പോൾ സാമ്പത്തിക മേഖലയിൽ ധനവാന്മാരായിട്ടുള്ളവർ തകർന്ന് തരിപ്പണമായി പോകും. ലോകത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. അനേകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല സാമ്പത്തിക മേഖല തകരുമ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ പലരുടെയും പേര് വരുന്നുണ്ട്, ഞാൻ എടുത്തു പറയുന്നില്ല. ഇന്ന് സ്വർണത്തിന് വില വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സാമ്പത്തിക മേഖല ഉലയുന്നുണ്ട്, വളരെ ടെൻഷനുണ്ട്, ഏത് സമയത്തും തകർച്ചയുണ്ടാകാം. അത് തകരുമ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം എന്നുള്ള ധാരണയിൽ അവർ സ്വർണം മേടിച്ചു വെക്കുകയാണ്. എന്നാൽ ഈ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്ന ദിവസമുണ്ടല്ലോ. ഞാനൊരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. എസെക്കേൽ പ്രവചനം അതിൻ്റെ 7-ാമത്തെ അധ്യായം ഞാനൊന്ന് എടുക്കുകയാണ്. എസെക്കേൽ പ്രവചനം 7-ാമത്തെ അധ്യായം. അന്ന് ഈ സ്വർണവും വെള്ളിയൊക്കെ എന്ത് ചെയ്യുമെന്ന് പ്രവാചകൻ മുമ്പ് കൂട്ടി കണ്ടു. എസെക്കേൽ 7-ന്റെ 19-ാമത്തെ വാക്യം, അവർ തങ്ങളുടെ വെള്ളി വീതിയിൽ എറിഞ്ഞു കളയും, പൊന്നവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപദിവസത്തിൽ അവരെ വിടിവിപ്പാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടക്കുകയില്ല, അവരുടെ വയറ് നിറയുകയുമില്ല. അത് അവർക്ക് അകൃത്യഹേതുവായിരിക്കുന്നുവല്ലോ. എൻ്റെ സഹോദരി സഹോദരന്മാരെ, വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, പൊന്ന് മലം പോലെ ആയിത്തീരും, വെള്ളി വീതിയിൽ എറിഞ്ഞു കളയും. ഒരു പ്രയോജനവുമില്ലാത്ത വസ്തുവായിത്തീരും ഈ പൊന്നും വെള്ളിയും. നോക്കുക, ഒരു സാമ്പത്തിക തകർച്ച വരുമ്പോൾ ആരും മേടിപ്പാൻ കറൻസിക്ക് വിലയില്ല. ഒരു സാമ്പത്തിക തകർച്ച നമ്മൾ അനുഭവിച്ചിട്ടില്ല. അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഗൗരവം മനസ്സിലാകുകയുള്ളൂ. എന്നാൽ ഒരു കാര്യം തീർത്ത് ബൈബിളിൽ പഠിപ്പിക്കുന്നു, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിത നിമിത്തം കരഞ്ഞു മുറയിട്ട് കൊള്ളുക. സാമ്പത്തികം തകരും. നമ്മുടെ കർത്താവ് പറഞ്ഞു, മാമോൻ ഇല്ലാതെ പോകും, വെൻ ഇറ്റ് ഫെയിൽസ്. വെളിപ്പാട് 18 നമ്മൾ വായിച്ചു, 1 മണിക്കൂർ കൊണ്ട് സമ്പത്ത് നശിച്ചുപോയി. ദാനിയേൽ 8 നമ്മൾ വായിക്കുകയുണ്ടായി, ഹീ ഷാൽ ഡിസ്ട്രോയ് മെനി ഇൻ ദെയർ പ്രോസ്പെറിറ്റി. ഒരുപക്ഷെ അന്തിക്രിസ്തുവായിരിക്കാം. അനേകർ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ നശിപ്പിച്ചു കളയും. ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ്, ഗവൺമെൻറ് നോക്കിയാൽ ലോക സമ്പൽഘടന തകർക്കാൻ കഴിയും. അവരുടെ ഡോളറിന് വരുന്ന ഷെയ്ക്ക് ലോകത്തിൽ ആകമാനം വരുന്ന ഒരു ഷെയ്ക്കായി മാറും. എന്നാൽ അവർക്ക് നിയന്ത്രിപ്പാൻ വയ്യാതെ വണ്ണം അവരുടെ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു കാലഘട്ടം വന്നിരിക്കുമ്പോൾ ലോകത്തിൽ പുതിയ സാമ്പത്തിക മേഖലകൾ ഉള്ള രാജ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഉദാഹരണമായിട്ട് ചൈന, അതുപോലെ തന്നെ ഇന്ത്യ. ഈ 2 രാജ്യങ്ങൾ എത്രയോ പുറകിൽ നിന്നതാണ്. ചൈനയെക്കുറിച്ച് പഠിച്ചു നോക്കിയാൽ കറുപ്പ് തിന്ന് മടിയന്മാരായി കഴിഞ്ഞതാണ്. ഇന്ത്യയൊന്ന് നോക്കിക്കേ, ഇന്ത്യ കാളവണ്ടി ഓടിച്ചും യാതൊരു പുരോഗമനവുമില്ലാതെ മുന്നോട്ട് പോയതാണ്. ആരും ഗവനിച്ചിരുന്നില്ല ഇന്ത്യയും ചൈനയും. എന്നാൽ ഇന്നോ ലോകത്തിലെ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന സമ്പൽഘടനയായി ചൈന തീർന്നു കഴിഞ്ഞു. സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും അവർ ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യ ഒട്ടും പുറകിലല്ല. ഇന്ത്യ 5ാമത്തെ സമ്പൽഘടനയായി. അത് താമസിയാതെ 3-ലേക്കൊക്കെ വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയും ചൈനയും ന്യൂക്ലിയർ രാഷ്ട്രങ്ങളായി കഴിഞ്ഞു. ഈ 2 രാജ്യങ്ങളാണ് ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളും. ഈ രാജ്യങ്ങൾ
പരസ്പരം യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ ഈ തകർച്ച മുന്നിൽ കണ്ടുകൊണ്ട്, അവരുടെ ഇടപെടൽ കണ്ടുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങൾ, ചൈനയും ഇന്ത്യയും, കിഴക്കൻ രാജ്യങ്ങൾ ഒന്നിക്കുന്നു. അവർ കരങ്ങൾ കൊടുക്കുന്നു. റഷ്യയും ഇന്ത്യയും ചൈനയൊക്കെ അടുക്കുന്നു. വളരെ വ്യക്തമായി ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട്, മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ ലോകത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്ന സാമ്പത്തിക ശക്തിയുള്ള, സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ കിഴക്കൻ രാജ്യങ്ങളായിരിക്കും. ഞാനൊന്ന് എടുത്തോട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ 2 വേദഭാഗത്തിൽ അത് കാണാൻ കഴിയുന്നു. നമ്മൾ ഓർക്കണം, പുറകിൽ കിടന്ന, യാതൊരു പുരോഗമനവുമില്ലാതെ കിടന്ന ഈ രാജ്യങ്ങൾ എന്തുകൊണ്ട് മുന്നോട്ട് കടന്നു വന്നു? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം. അവിടെ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിന് തൊട്ടു മുന്നൽ, അല്പം മുന്നൽ, അതായത് യേശുക്രിസ്തു മടങ്ങി വരുന്നു, ആ രാജ്യം സ്ഥാപിക്കാൻ വരുന്നതിന് തൊട്ടു മുമ്പ് നടക്കുന്ന യുദ്ധമാണ് അർമഗദോൻ യുദ്ധം. ഈ അർമഗദോൻ യുദ്ധത്തിൽ പ്രധാനപ്പെട്ട ആരാണ്? റഷ്യ മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ മധ്യഭാഗത്തിൽ തകർന്നു പോകും. അമേരിക്ക സാമ്പത്തികമായി തകരും. അതിൻ്റെ ബ്രിട്ടൻ്റെയൊക്കെ പുറകിലോട്ട് പോകും. എന്നാൽ ഇവിടെ വായിക്കുന്നു, അവസാനം 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ, കിഴക്കൻ രാജാക്കന്മാർ, ഈസ്റ്റേൺ നേഷൻസ്, രാജ്യങ്ങൾ, ഒരു രാജ്യമല്ല, രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് വരികയാണ്. ഈ കിഴക്കൻ രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും കൊറിയയും, ഇങ്ങനെ കിടക്കുന്ന രാജ്യങ്ങളൊക്കെ. ഒരു രാജ്യമല്ല, രാജാക്കന്മാർക്ക് വഴി ഒരുക്കുക. നമ്മൾ ഇന്ന് ബ്രിക്സ് രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളൊക്കെ ഒന്നിച്ചു വരുമ്പോൾ ഗ്ലോബൽ സൗത്ത് എന്നാണ് അതിന് പറയുന്ന പേര് തന്നെ. അവരൊന്നിക്കുന്നു. ആ രാജ്യങ്ങൾ ഒന്നിച്ചു വരാൻ തുടങ്ങുകയാണ്. ഇവിടെ അവസാനം അവരൊന്നിച്ചു വരും. ലോക രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ, ചൈന, ഇന്ത്യ മുതലായ രാജ്യങ്ങൾ കാലത്തിൻ്റെ അന്ത്യത്തിൽ, അർമഗദോൻ യുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, യേശുക്രിസ്തു മടങ്ങി വരുന്നതിന് അല്പം മുമ്പ് അർമഗദോൻ എന്ന് പറയുന്ന, ഇവിടെ നമ്മൾ 16-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർക്കുന്നു. യെരുശലേമിൻ്റെ 40 മൈൽ വടക്കുള്ളൊരു സ്ഥലമാണ് ഹർമഗദോൻ, മെഗിദോ താഴ്വര. അവിടെ വെച്ചാണ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും ഈ സൈന്യങ്ങളെ കർത്താവ് അവിടെ വെച്ച് തകർക്കും. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ, ഇതൊരു രാജ്യമല്ല, രാജ്യങ്ങളുടെ കൂട്ടുകെട്ടാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ ഈ യൂഫ്രട്ടീസ് എന്ന നദി വറ്റി ദൈവം കൊടുക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴിക ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് കേട്ടു. അതായത് കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ 10,000 മടങ്ങ് 20,000, ഏതാണ്ട് 200 ദശലക്ഷം സൈന്യം, 20 കോടി വരുന്നൊരു സൈന്യം. ഞാൻ പ്രിയപ്പെട്ടവരോട് ചോദിച്ചോട്ടെ, ഇത് യോഹന്നാൻ രേഖപ്പെടുത്തുമ്പോൾ ലോക ജനസംഖ്യ 250 മില്യനേ ഉള്ളൂ. ഈ 250 മില്യൺ ഉള്ളപ്പോൾ, 25 കോടി ജനങ്ങൾ മാത്രമുള്ളപ്പോൾ, 20 കോടി ജനങ്ങൾ കിഴക്ക് നിന്ന് മാത്രം കടന്നു വരും സൈന്യങ്ങളായിട്ടെന്ന് ബൈബിള് രേഖപ്പെടുത്തി വെച്ചു. ബൈബിള് തെറ്റാണോ ശരിയാണോ? 2000 വർഷം മുമ്പ് യോഹന്നാൻ എഴുതുമ്പോൾ 25 കോടി ജനങ്ങളെ ഭൂമിയിലുള്ളൂ ക്രിസ്തു വരുന്ന കാലഘട്ടത്തിൽ. അന്ന് 20 കോടി വരുന്നൊരു സൈന്യം കിഴക്കുന്ന് വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുക, ചൈനയിലും ഇന്ത്യയിലും ജനസംഖ്യ വർദ്ധിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യ ഇപ്പോൾ ചൈനയും മറികടന്നു. ഞാൻ ഓർപ്പിച്ചോട്ടെ, ഇവിടെ നിന്ന് ചൈന മാത്രം അവകാശപ്പെട്ടെന്ന് ടൈം മാഗസിനിൽ വന്നു, അവർക്ക് 220 കോടി വരുന്ന ഒരു പൗരസേന തന്നെ ഉണ്ടെന്ന്. എന്നാൽ ഇത് ചൈന മാത്രമല്ല, കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാരാണ്. അവർ കടന്നു വരുമ്പോൾ ഭൂമിയിലുള്ള 1/3 കൊന്നുകളയും. മാത്രമല്ല ഇവിടെ രേഖപ്പെടുത്തി വെച്ചു, യോഹന്നാനോട് ദൈവം പറഞ്ഞു, നീ കാണുന്നത് രേഖപ്പെടുത്താൻ പറഞ്ഞു. യോഹന്നാൻ ഈ സൈന്യം 20 കോടി വരുന്ന ജനസംഖ്യ 200 മില്യൺ മാർച്ച് ചെയ്ത് വരുന്ന കണ്ടു. അവരെ കണ്ടപ്പോൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്,
കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീനിറവും രക്തനീലവും ഗന്ധകവർണ്ണവും കവചം ഉണ്ടായിരുന്നു. കുതിരയുടെ തല സിംഹത്തിൻ്റെ തല പോലെ ആയിരുന്നു. ആ വാക്ക് നോക്കിക്കാട്ടെ, കുതിരയുടെ തല സിംഹത്തിൻ്റെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീപുക ഗന്ധകം പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെട്ട തീപുക ഗന്ധകം എന്നീ ബാധയാൽ മനുഷ്യൻ മൂന്നിലൊന്ന് മരിച്ചുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യോഹന്നാൻ, ദൈവം ആത്മാവിൽ അവനെ ഈ അവസാനം നടക്കുന്ന യുദ്ധങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ കാണുന്നത് എഴുതാൻ പറഞ്ഞു. ഒരു സൈക്കിൾ പോലും കണ്ടിട്ടില്ല. ആധുനികമായ ഒരു ഡെവലപ്മെൻറ്റും യോഹന്നാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള യോഹന്നാൻ എങ്ങനെ ഈ അവസാന കാലഘട്ടത്തിൽ നടക്കുന്ന ആധുനിക യുദ്ധമൊക്കെ രേഖപ്പെടുത്തും? യോഹന്നാനെ രേഖപ്പെടുത്താൻ തൻ്റെ വാക്കുകളിലേക്ക് പരിമിതമായ വാക്കുകളിൽ ഉപയോഗിക്കുകയാണ്. താൻ കണ്ടിട്ടുള്ളത് യുദ്ധത്തിന് ചമയിച്ച കുതിരയും ഒക്കെയാണ്. താൻ പറയുന്നത് ഇതാണ്, ഞാൻ കുതിരയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും കണ്ടു. അവയുടെ തല, കുതിരയുടെ തല സിംഹത്തിൻ്റെ തല പോലെ ആയിരുന്നു. സിംഹത്തിൻ്റെ തലയാണെന്നല്ല, തല പോലെ ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ദ ഹെഡ് ഓഫ് എ ലയൺ. അതുപോലൊക്കെ ഇരിക്കുന്നു. അതിൻ്റെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പോകുന്നു. ആധുനിക ടാങ്കുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നും പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം, ഇവയാൽ മനുഷ്യർ മൂന്നിലൊന്ന് മരിച്ചു പോകുന്നു. 2000 വർഷം മുമ്പ് അവസാനം നടക്കുന്ന യുദ്ധത്തെ കണ്ടിട്ട് രേഖപ്പെടുത്തി വെക്കുകയാണ്. ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കിഴക്ക് നിന്നുള്ള രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും ജനസംഖ്യയിൽ വർദ്ധിച്ചു. വളരെ പുറകിൽ കിടന്ന ഈ രാജ്യങ്ങൾ, 2 രാജ്യവും ന്യൂക്ലിയർ പവർ നേഷനായി. ലോക സമ്പദ്ഘടനയിൽ അവർ മുൻപന്തിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? ഇങ്ങനെ പുറകിൽ കിടന്ന, കാളവണ്ടി അടിച്ചും കറുപ്പ് തിന്നും മടിയന്മാരായി കിടന്ന ഈ കിഴക്കൻ രാജ്യങ്ങൾ എന്തുകൊണ്ട് സടകുടഞ്ഞെഴുന്നേറ്റ് ഈ വിധത്തിൽ അവർ മുൻപന്തിയിലേക്ക് വന്നു? യെസ്, കാലത്തിൻ്റെ അന്ത്യത്തിൽ നടക്കണം ഈ പ്രവചനങ്ങൾ. ഈ കിഴക്കൻ രാജ്യങ്ങൾ ഒന്നിക്കുന്നു. കിഴക്കൻ രാജ്യങ്ങൾ, ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിക്കുന്നതിനുള്ള ബന്ധത്തിൽ നാം ഇന്ന് നമ്മുടെ കൺമുമ്പിൽ കണ്ടു. ഇന്ത്യയും ചൈനയും പല യുദ്ധങ്ങൾ നടത്തിയെങ്കിലും ഇന്ന് അവരതെല്ലാം മറന്ന് കരങ്ങൾ കൊടുത്ത് സഹോദരങ്ങളെ പോലെ ആയിത്തീരുന്നത് കാണുന്നു. അമേരിക്കയോടുള്ള വെല്ലുവിളിയായി, അവരോടുള്ള സാമ്പത്തിക അവരുടെ ഉലച്ചിൽ ലോകത്തിൽ അവർ കൊണ്ടുവരുമ്പോൾ പിടിച്ചു നിൽക്കാൻ തക്കവണ്ണം ഇന്ത്യയും ചൈനയും ഒക്കെ കൈകോർത്ത് പിടിച്ച് അവരൊന്നായി നിൽക്കുന്നു. വളരെ വ്യക്തമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ. സൗന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമേറിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവസാനത്തിൻ്റെ മിനുക്കുപണികൾ നടക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ തലകളെ ഉയർത്താൻ പറഞ്ഞു. ഞാൻ അടുക്കൽ വാതുക്കലാണെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. അമേരിക്കയ്ക്ക് വലിയ അമേരിക്കയെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതിൻ്റെ കാരണം, ഇന്ന് ലോകത്തിലെ ഔന്നിത്യത്തിൽ നിൽക്കുന്ന, സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഔന്നിത്യത്തിൽ നിൽക്കുന്ന രാജ്യം തകർച്ചയിലേക്ക് പോകുമ്പോൾ ആഗോളമായ സാമ്പത്തിക പ്രതിസന്ധി ഉടലെടുക്കും. അത് ബൈബിൾ മുമ്പ് കൂട്ടി പറഞ്ഞു. അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ഈ കിഴക്കൻ രാജ്യങ്ങൾ ഒന്നിക്കുന്നത് അതോടുള്ള ബന്ധത്തിൽ പിടിച്ചു നിൽക്കാനാണ്. എന്നാൽ ബൈബിളിൽ നമ്മൾ വായിച്ചു, കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ, they will be united together. That union is taking place. ഒരിക്കലും അടുക്കാൻ കഴിയാത്ത ഈ രാജ്യങ്ങൾ ഇന്ന് അടുക്കുന്നു. ഇന്ന് വളരെ സൗഹൃദത്തിൽ, വ്യാപാര ബന്ധത്തിലേക്ക് അവർ വരുന്നു. അത്ഭുതകരമായ മാറ്റം ലോക വാണിജ്യ മണ്ഡലത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവ് ബന്ധപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹോപദ്രവ കാലഘട്ടത്തിൽ ദൈവത്തെ അറിയാത്ത ജനത്തെ ദൈവം ശിക്ഷിക്കാൻ പോവുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. അവൻ്റെ 1-ാം വരവിൽ 300 പ്രവചനങ്ങളെങ്കിലും നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോന്ന് എണ്ണിപ്പറയാൻ നിവൃത്തിയില്ല. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ബേത്ലഹേമേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതല്ല, ഇസ്രായേലിനെ മേയ്ക്കൊണ്ടവൻ നിന്നിൽ നിന്ന് വരും.
ഏതാണ്ട് 60 മൈൽ ദൂരെ കിടക്കുന്നു നസറേത്ത്. നസറേത്തിൽ ഗർഭിണിയായിരിക്കുന്ന മറിയ, പൂർണ്ണ ഗർഭിണി, അവൾ എങ്ങനെ ബേത്ലഹേമിൽ കുഞ്ഞിന് ജന്മം കൊടുക്കും? ആ സമയത്ത് അഗസ്റ്റസ് സീസർ, റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. പേർവഴി ചാർത്തണം, ഓരോരുത്തർ സെൻസസ് എടുക്കണം, അവനവൻ ജനിച്ച സ്ഥലത്തിൽ സെൻസസ് കൊടുക്കണം. പൂർണ്ണ ഗർഭിണിയാണ് മറിയ. യോസെഫ് മറിയയും കൊണ്ട് യാത്ര ചെയ്ത് ബേത്ലഹേമിൽ വന്നു. നമ്മൾ ഓർക്കണം, അവൾ പൂർണ്ണ ഗർഭിണിയാണ്. ആ ബേത്ലഹേമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രസവവേദന എടുത്തു. അവൾ അവിടെ ഈ കുഞ്ഞിന് ജന്മം കൊടുത്തു. മീഖ പ്രവാചകൻ അവൻ ജനിക്കുന്നതിന് 500 വർഷം മുമ്പെങ്കിലും പറഞ്ഞു, നിന്റെ രക്ഷകൻ, നിന്നെ നയിക്കാനുള്ളവൻ ബേത്ലഹേമിൽ നിന്ന് വരും. അതവിടെ നിവർത്തിക്കുകയാണ്. കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ 1-ാം വരവ് 300 പ്രവചനങ്ങളെങ്കിലും നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ ജീവിതം, ജനനം, ജീവിതം, മരണം, അടക്കം, ഉയിർപ്പ് ഒക്കെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയതുപോലെ നടത്തും. എന്നാൽ ഒരു കാര്യം ഞങ്ങളുടെ കേൾവിക്കാരോട് പറയട്ടെ, രണ്ടാമത് കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ളത് ഈ പ്രവചനങ്ങളുടെ നിവൃത്തികൾ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. കർത്താവ് പറഞ്ഞു, ഇത് സംഭവിച്ച് തുടങ്ങുന്ന കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തുവെന്ന് അറിഞ്ഞുകൊള്ളണം. ഞാനിങ്ങനെ ഒരു ദൃഷ്ടാന്തം പറയാറുണ്ട്. നമ്മൾ ഡിസംബർ ആകുമ്പോൾ ക്രിസ്മസ് ഡെക്കറേഷൻ കാണാം. ഡിസംബർ ആകുമ്പോൾ നമ്മൾ കാറുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എല്ലാ വീടിൻ്റെ മുന്നിൽ സ്റ്റാർ തൂക്കിയിട്ടുണ്ട്. ചില വീടിൻ്റെ മുന്നിൽ ക്രിസ്മസ് ട്രീ ഉണ്ട്, വെട്ടമുണ്ട്, വലിയ ആഘോഷങ്ങൾ കാണാം. എന്നാൽ ഞാൻ ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിക്കുക, ഈ ക്രിസ്മസ് ഡെക്കറേഷൻ കാണുമ്പോൾ വേറൊരു കാര്യം മറന്നു പോകരുത്. പുതിയ വർഷവും അടുത്തുണ്ട്, ന്യൂ ഇയറും അടുത്താണ്. ക്രിസ്മസ് കണ്ടു കഴിഞ്ഞാൽ, ക്രിസ്മസ് ഡെക്കറേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പുവരുത്താം ന്യൂ ഇയർ അടുത്ത് കഴിഞ്ഞു. ഇന്ന് കാണുന്ന ഈ സംഭവങ്ങൾ നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കി തരുന്നു, ഒരു പുതിയ യുഗം പിറക്കാൻ പോവുകയാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ മടങ്ങി വരാറായി. അവനിവിടെ രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ മടങ്ങി വരാൻ പോവുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഈ ലോകത്തിൽ ജനിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിലേക്ക് കയറി. അവനവിടെ ക്രൂശിൽ ദൈവത്തിൻ്റെ പുത്രൻ മരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപ പരിഹാരത്തിന് വേണ്ടിയാണ്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. എൻ്റെ പാപവും നിങ്ങളുടെ പാപവും പിതാവായ ദൈവം അവൻ്റെ മേൽ ചുമത്തി. അവൻ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അവൻ്റെ ക്രൂശ് മരണം നമുക്ക് രക്ഷ സൗജന്യമായി ദാനമായി നൽകി. നമ്മൾ ഇന്നാകെ ചെയ്യേണ്ടത്, തിരുവചനത്തിൽ വായിക്കുന്നു, കൃപയാൽ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ. ഒരു ഗിഫ്റ്റ് തരുമ്പോൾ കരങ്ങൾ നീട്ടി മേടിച്ച് താങ്ക് യു പറഞ്ഞാൽ മതി. നമുക്ക് ഇന്ന് രക്ഷദാനമായി തരുമ്പോൾ ആ രക്ഷ കരസ്ഥമാക്കുക. ദൈവപുത്രനിൽ വിശ്വസിച്ച്, അവൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അവൻ മരിച്ചെന്ന് വിശ്വസിച്ച്, എൻ്റെ ജീവിതം അവന് സമർപ്പിച്ച് രക്ഷിക്കപ്പെട്ടൊരു ദൈവൈതലായി തീർന്ന് സമാധാനവും സന്തോഷവും കൂടെ അനുഭവിച്ച് അവൻ മടങ്ങി വരുമ്പോൾ അവനോട് കൂടെ നിത്യമായി സന്തോഷത്തിലേക്ക് പ്രവേശിച്ച് ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ഞങ്ങളുടെ കേൾവിക്കാർക്ക് നന്ദി പറയുന്നു. ഞാൻ ലോക സമ്പൽഘടനയിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് എടുത്തു. ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കാൻ, പഠിക്കുവാൻ, പ്രവചന വിഷയങ്ങളിൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഒന്നുകിൽ നിങ്ങളെ ഞങ്ങൾ വ്യക്തിപരമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചുകൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ കാര്യങ്ങൾ ക്രമീകരിച്ച് തരാം. ഈ ബൈബിളിൻ്റെ പ്രവചനങ്ങൾ കാലത്തിൻ്റെ അന്ത്യത്തിൽ ഗ്രഹിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും കൂപ്പുകയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു.